ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. നിഷ്കളങ്കരായ ബാല്യങ്ങളെ കാർന്നു തിന്നുന്ന ഇത്തരം ദുരനുഭവങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെയും ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ തുറന്നു സംസാരിക്കാനും അതിജീവിച്ചവർക്ക് പിന്തുണ നൽകാനും സമൂഹം മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നടനും യൂട്യൂബ് വ്ലോഗറുമായ നിഹാൽ പിള്ളൈ. ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലൂടെയാണ് നിഹാൽ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. കുട്ടിക്കാലത്ത് താൻ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും ഈ ദുരനുഭവം തന്നെ ഏറെക്കാലം വേട്ടയാടിയിരുന്നുവെന്നും നിഹാൽ വീഡിയോയിൽ പറയുന്നു. ഇത് മറികടക്കാൻ താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ തുറന്നു സംസാരിക്കുന്നതിലൂടെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് ആശ്വാസം നൽകാനും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാനുമാണ് താൻ ശ്രമിക്കുന്നതെന്നും നിഹാൽ കൂട്ടിച്ചേർത്തു. സമൂഹ മാധ്യമങ്ങളിൽ നിഹാലിന്റെ വീഡിയോ വലിയ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ കമന്റുകളുമായി രംഗത്തെത്തി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് നിഹാലിന്റെ ഈ വെളിപ്പെടുത്തൽ ഈ വിഷയത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. തന്റെ അനുഭവം തുറന്നു പറയാൻ കാണിച്ച നിഹാലിന്റെ ആർജവത്തിന് പ്രേക്ഷകരും സഹപ്രവർത്തകരും വലിയ പിന്തുണയാണ് നൽകുന്നത്. അതേസമയം ഇന്ത്യയിലെ പുരുഷന്മാർ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രാജ്യത്തെ 52.94% പുരുഷന്മാരും ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരകളാകുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. ഈ ഇരകളായവരിൽ 23% പേർ ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായിട്ടുമുണ്ട്. ഈ കണക്കുകൾ പുരുഷന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ സമൂഹത്തിൽ എത്രത്തോളം വ്യാപകമാണെന്നും ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിൽ അവർ എത്ര വലിയ ദുരന്തമാണ് അനുഭവിക്കുന്നത് എന്നുമുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈ വിഷയത്തിന്റെ സാമൂഹികവും നിയമപരവുമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇതിന്റെ ആഴത്തിലുള്ള വശങ്ങൾ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്.